ആത്മാർത്ഥതക്കുറവ് പോലീസിനുണ്ടെന്ന് ഞാൻ പറയില്ല. നല്ല ആത്മാർത്ഥത സംഘപരിവാറിനോടുണ്ട്. സംഘപരിവാറിനോട് നല്ല ആത്മാർത്ഥത കാണിക്കുന്ന പോലീസ് തന്നെയാണ് പാലക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BJP MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി, BJP DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിനകത്തെ വകുപ്പുകളാണോ BJP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലിട്ടിരിക്കുന്നത്? BJP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയിരിക്കുന്ന മാർച്ചിന് ആളൊന്നിന് 25,000 രൂപ വീതം പിഴ അടയ്ക്കേണ്ടുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇനി അതേ മാർച്ച് തന്നെയല്ലേ MLA ഓഫീസിലേക്ക് നടത്തിയത്? പക്ഷെ ആ മാർച്ചിന് ആ വകുപ്പിട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് പോലീസിന് ഇതിനകത്ത് കൃത്യമായൊരു വേർകൃത്യങ്ങളുണ്ട്. വധഭീഷണി മുഴക്കിയ ആളുകൾക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? കൊലക്കേസ് പ്രതി വധഭീഷണി മുഴക്കിയിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? അപ്പം അതുകൊണ്ട് പോലീസ് ചെയ്തോട്ടെ. ഞാൻ ഈ വിഷയത്തിനകത്ത് പോലീസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം ഇതൊരു വലിയ പ്രത്യയശാസ്ത്രപരമായ ഫൈറ്റാണ്. ആ പ്രത്യയശാസ്ത്രപരമായ ഫൈറ്റ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് കേരള പോലീസിനെയും കൂടെ പാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കേരള പോലീസിനകത്ത് സംഘപരിവാർ വിധേയത്വമുള്ള ചില ആളുകളുണ്ട് എന്ന് നമ്മൾ എക്സ്പോസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ എത്ര കേസുകൾ എൻ്റെ പേരിലുണ്ടെന്ന്. അത് ഭവനഭേദനത്തിൻ്റെ കേസൊന്നും അല്ലല്ലോ. രാഷ്ട്രീയമായി സമരം ചെയ്തതിൻ്റെ അഭിപ്രായം പറഞ്ഞതിൻ്റെയും പേരിൽ 7 or 8 കലാപാഹന കേസുകളുണ്ട് എനിക്ക്. ഞാൻ ഈ നാട്ടിൽ ഏതെങ്കിലും കലാപം നടത്തിയിട്ടുള്ള ആളാണ്. രാഷ്ട്രീയ പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ കലാപാഹന കേസെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊന്നും എനിക്ക് പ്രയാസമുള്ള കാര്യമല്ല. ഇവർ പറഞ്ഞില്ല, ഇവർ മാക്സിമം, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു 100 കേസാകുമ്പോൾ പറഞ്ഞാൽ മതി, ബാറ്റ് നോക്കി കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 100 കടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേസിൻ്റെ എണ്ണമൊന്നും പ്രശ്നമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് ഈ നാടിൻ്റെ മതേതരത്വത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാട്ടിൽ സമാധാനത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യവസ്ഥയും ചോദ്യം ചെയ്യുവാനുള്ള ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ ബാധ്യതയുമായിട്ട് മുന്നോട്ട് പോകും. ഒരു ചേറ്റൂർജിയെ പോലെ ഈ രാജ്യത്തെ ഏറ്റവും വീരനായ ധീരനായ മലയാളത്തിനും ഇന്ത്യക്കുമൊക്കെ അഭിമാനമായൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വാർഷികം BJP ആഘോഷിക്കുന്നു എന്ന് പറയുന്ന അവർക്കാരെ ആഘോഷിക്കാനില്ലല്ലോ. ഏതെങ്കിലും BJP പ്രസിഡന്റ് ആഘോഷിച്ച നാട്ടിൽ ആരെങ്കിലും അംഗീകരിക്കും? അപ്പോൾ അതുകൊണ്ട് AICC പ്രസിഡന്റ്, കാരണം കൊള്ളാവുന്ന ആളുകളൊക്കെ കോൺഗ്രസ് ആയി പോയില്ലേ. ഇവർ സർദാർ വല്ലഭായ് പട്ടേലിനെ പറയുന്നു, ചേറ്റൂർജിയെ പറയുന്നു. ഇവരുമായി ബന്ധമുള്ള ആരുടെയെങ്കിലും പേര് പറയാനില്ലാത്തത് കൊണ്ടാണല്ലോ ഇവരുടെ 6 പേര് പറയും. നിങ്ങൾ പറയും, ഈ നാട്ടിൽ അവരാഘോഷിക്കാൻ പറ്റുന്ന ഒരു വാർഷികം ആരുടേതാണ്? ആചരിക്കാൻ പറ്റുന്ന, ഈ നാട് അംഗീകരിക്കുന്ന ഒരു പേര് നിങ്ങൾ പറയും. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ആ തരത്തിൽ പങ്കെടുത്തു എന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരാളുടെ പേര് പറയും. പിന്നെ AICC പ്രസിഡന്റിൻ്റെ വാർഷികം അവരാഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്. ഞങ്ങൾക്കിതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ചേറ്റൂർജി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ്. എത്രയോ മഹാന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ സംഭാവന ചെയ്യുന്ന സമയത്തൊക്കെ ഇവരവരുടെ കാലുപിടിക്കാൻ പോയതുകൊണ്ടല്ലേ ഈ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഇവരുടെയും ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ ഇതുപോലുള്ള ചരമവാർഷികങ്ങളോ ജന്മവാർഷികങ്ങളോ രക്തസാക്ഷി വാർഷികങ്ങളോ ഒക്കെ ഇവർക്കും ആഘോഷിക്കാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ അത് അവരുടെ ഒരു ദാരിദ്ര്യമായി കണ്ടാൽ മതി. അല്ല, അവിടെ സ്വാഭാവികമായിട്ടും ചേറ്റൂർജി നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുസ്വത്താണ്. കോൺഗ്രസിൻ്റെ മാത്രം സ്വത്തല്ല. അദ്ദേഹം കോൺഗ്രസിലൂടെ പൊതുവായൊരു സ്വത്തായി മാറിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വാർഷികം DCCയുടെ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. DCCയുടെ പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്മാരകം നിങ്ങൾ പറയുന്നത് പോലെ വിമർശനാത്മകമായ രീതിയിൽ കിടക്കുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് ഗാന്ധിജിയുടേതായാലും സുഭാഷ് ചന്ദ്രബോസിൻ്റെതായാലും ജവഹർലാൽ നെഹ്റുവിൻ്റെതായാലും ചേറ്റൂർജിയുടേതായാലും ഒക്കെ നമ്മൾ ആ തരത്തിൽ പരിഗണിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ആശയദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്നതാണ്. ആ ആശയദാരിദ്ര്യത്തിന് തൽക്കാലം നമുക്കൊന്നും ചെയ്യാനില്ല. ആകെയുള്ളത് ഇവരുടെ പഴയ തലമുറയെ പഴിക്കുകയല്ലാതെ ഇവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അന്ന് ഈ പണിക്കൊന്നും പോകണ്ടായിരുന്നല്ലോ, ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കാൻ പോകണ്ടായിരുന്നല്ലോ. അന്ന് ഞങ്ങൾ ചെയ്ത പോലെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ആഘോഷിക്കാമായിരുന്നല്ലോ. അത് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാകുന്നൊരു വ്യവസ്ഥയാണ് അല്ലേ. നമുക്കൊരു നല്ല പൈതൃകമില്ല എങ്കിൽ അപ്പുറത്താളുടെ പൈതൃകത്തെ നമ്മൾ കടമെടുത്തിട്ട് അത് കൊള്ളാലോ എന്ന് പറയാനല്ലേ നിവർത്തിയുള്ളൂ. അത് എന്ത് ചെയ്യാൻ പറ്റും? ലെഗസി എന്നൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമായി പോയില്ല.